ഒരു പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. ഈ ഫെയിലിയറിന്റെ പേടിനേക്കാളും പേടിയാണ് നമുക്ക് ആക്ച്വലി ഒരു പ്രശ്നം ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. എൻ്റെ പഠനത്തിൽ പ്രശ്നമുണ്ട്, എൻ്റെ വർക്കിങ്ങിൽ പ്രശ്നമുണ്ട്, എന്നെക്കാളും ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് നമുക്ക് പേടിയുള്ള കാര്യം. അപ്പോൾ അത് ആദ്യം നമ്മൾ അൺകവർ ചെയ്യാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ചിലപ്പോൾ നമ്മൾ തോറ്റേക്കാം, അതിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മൾ മാക്സിമം വർക്ക് ഇട്ടതിന് ശേഷം നമ്മൾ തോറ്റേക്കാം. ദെൻ ഇറ്റ്സ് ഓൾ അബൌട്ട് പേഴ്സ്പെക്റ്റീവ് അല്ലെ. ഈ ജേർണി എൻജോയ് ചെയ്യാന്നുള്ളതിനെ പുറമെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു MBBS എടുക്കുന്നു. എന്തിനാ MBBS എടുക്കുന്നത്, അല്ലെങ്കിൽ MBBS എടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. എന്തിനാ MBBS എടുക്കുന്നത്? വി ഹാവ് ടു സെർവ് ദ സൊസൈറ്റി ബെറ്റർ. നമുക്ക് കുറെ ആളുകളുടെ ലൈഫിനെ നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാൻ സാധിക്കണം അല്ലെ. ഇങ്ങനെ ഒരുപാട് ഇതുണ്ടാവും. സപ്പോസ് നമുക്ക് നീറ്റ് കിട്ടിയില്ല, മേ ബി വി സെറ്റിൽ ഫോർ BDS ഓർ സം അതർ കോഴ്സ് ഓർ വി ഡു സംതിങ് എൽസ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഇതുവരെ കിട്ടിയ ജേർണിയിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് എത്ര സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നമുക്ക് എന്താണ് ലേണിങ്സ്, അത് നമ്മുടെ മൂവ് ഫോർവേഡ് നമുക്ക് മുന്നോട്ടെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ടെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്തും. മേ നോട്ട് ബി എ ഡോക്ടർ ബട്ട് മേ ബി ഇൻ എ ഹയർ പൊസിഷൻ ദാറ്റ് അല്ലേ. ഒരു ഡോക്ടർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഇത്ര ആളുകളുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഇരട്ടി ആളുകളുടെ ലൈഫ് ഇമ്പാക്ട് ചെയ്യുന്നൊരു പൊസിഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്തും. നമ്മൾ ഹിസ്റ്ററി ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. വാൾട്ട് ഡിസ്നിയെ ഒരു പത്രത്തിൽ നിന്ന് പുറത്താക്കിയതാ. എന്താ പറയണെന്ന് അറിയോ? പുള്ളിക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിയാണ് പിന്നീട് ഡിസ്നി ലാൻഡും അതേപോലെ ഡിസ്നി കഥാപാത്രങ്ങളും കാർട്ടൂൺസും ഒക്കെ ബിൽഡ് ചെയ്ത് അല്ലെ. JK റോളിങ്ങിനെ ഈ എഴുത്തിലൊന്നും കാര്യമില്ല, നിങ്ങളുടെ വഴിക്ക് പോയി വേറെ വല്ല ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞതാണ്. ചിൽഡ്രൻസ് ബുക്ക് എഴുതിയിട്ട് ഇന്നത്തെ കാലത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് അല്ലെ. മേ ബി ഹിസ്റ്ററിക്കലി കഴിഞ്ഞ ഒരു 100-150 കൊല്ലത്തെ ഏറ്റവും മികച്ച ചിൽഡ്രൻസ് ഫിക്ഷൻ ബുക്ക് ഹാരി പോട്ടർ സീരീസ് JK റോളിങ് എഴുതി വിജയിപ്പിച്ചെടുത്തു അല്ലെ. ഇങ്ങനെ നമ്മൾ ഓരോ ആളുകളെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അവരുടെ പേഴ്സിവറൻസ്, അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് കൊണ്ട് ജീവിതം മാറ്റിമറിയിച്ച ആളുകൾ. തോമസ് ആൽവ എഡിസനെ കുറിച്ച് പറയാറുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. 1000 ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് മെറ്റൽസ് എന്ത് ചെയ്തു, ഒരു ബൾബിന്റെ ഫിലമെന്റിനായിട്ട് ആൽവ എഡിസൺ ട്രൈ ചെയ്തു. 1000 തവണ ട്രൈ ചെയ്തിട്ട് 1001ാമത്തെ തവണയാണ് ടങ്സ്റ്റൺ ഇതിന് പറ്റുമെന്ന് മനസ്സിലാക്കിയത്. പത്രപ്രവർത്തകൻ ചോദിച്ചു, 1000 തവണ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ? എഡിസൺ അതിന്റെ ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ് എടുത്ത് 1000 തവണ ഞാൻ പരാജയപ്പെടല്ല ചെയ്തത്, ഞാൻ 1000 വർക്ക് ചെയ്യാത്ത വഴികൾ മനസ്സിലാക്കി. ആ കോപ്പർ പറ്റില്ല, അലുമിനിയം പറ്റില്ല, അയൺ പറ്റില്ല, അത് ഓരോ 1000 ഈ ഓരോ ട്രൈസും ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളാണെന്നാണ് ആര് പറഞ്ഞത്? അവിടെ നമ്മുടെ എഡിസൺ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിലോട്ട് എത്തിപ്പെടാൻ ദർ ആർ മൾട്ടിപ്പിൾ വേസ്. ഇറ്റ് മെ നോട്ട് ബി MBBS തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ബട്ട് റൈറ്റ് നൗ വി ആർ ട്രൈയിങ് ഫോർ MBBS ഓർ BTech ഓർ IIT ഓർ NIT റൈറ്റ്. നമ്മൾ ട്രൈ ചെയ്യുന്നു, നമ്മൾ കിട്ടിയില്ലെങ്കിൽ മേ ബി നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുന്നു അല്ലേ. ഇനി അത് ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻഡ് ഓഫ് ലൈഫ്. ഞാനിത് പറയാൻ കാരണം പല കുട്ടികളെയും ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു പയ്യൻ, അവന് വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ബാക്കി കുട്ടികളെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ. പല ആൾക്കാരും ഈ ഒരു സമയത്ത് വളരെ സോഷ്യലി ആക്റ്റീവായ പല കുട്ടികളും, ഒരുപക്ഷെ നിങ്ങളും ചിലപ്പോൾ അത്തരക്കാരിൽ പെട്ട ഒരാളായിരിക്കാം, അവർക്ക് ബാക്കിയുള്ള ആളുകളെ ഫേസ് ചെയ്യാൻ മടിയിരിക്കും. ഒരു ഡോക്ടറെ ചിലപ്പോൾ കണ്ടാൽ നമുക്ക് ഫേസ് ചെയ്യാൻ മടിയിരിക്കും, കാരണം ഞാനിനി ഡോക്ടറാവോ, എനിക്ക് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ട ആളുകളെ കണ്ടാൽ ഞാൻ ആ എത്തിപ്പെടാതെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ള മടിയായിരിക്കും അല്ലേ. ആ ഒരു ഡ്രീം നമ്മളുടെ ഉള്ളിൽ അത്രത്തോളം രൂഢമൂലമായിരുന്നിട്ടാണ്. പക്ഷേ ചില സമയത്ത് ആ ഡ്രീംസിനെ പറിച്ചെറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില ഡ്രീംസിനെ പറിച്ചെറിഞ്ഞാൽ മാത്രമേ നമുക്ക് പലപ്പോഴും വിജയത്തിലോട്ട് കുതിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒരു ഡ്രീം മാത്രം നമുക്ക് കെട്ടിപ്പിടിച്ചിരുന്നാൽ നമ്മൾ അതിനേക്കാളും വലിയ ഡ്രീംസിനെ ഉപേക്ഷിക്കുകയാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ,